ഹലോ, നമസ്കാരം. അപ്പം നമുക്ക് ബൈപ്പാസ് വരെ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ താക്കോലിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുകയാണ്. അത് എന്താണെന്ന് നോക്കി അവിടെ ഒരു ബാറ്ററി ഇത് താക്കോൽ ശരിയാക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പോയി അതൊന്ന് നോക്കി എന്താ അതിൻ്റെ കുഴപ്പമെന്നൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടൂർ ടൗണൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. ഓക്കെ. നടുവേദനയാണ്ട് കാറെ കയറിയിരിക്കുന്നതും ഒരു പാടുള്ള പരിപാടിയാണ്. താഴ്ന്ന കാറായതുകൊണ്ട് ഇതിലേക്ക് കയറിയിരിക്കുന്നതും. അപ്പം അങ്ങനെ നമ്മൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയാണ്. ഈ ഗേറ്റിലെ വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം നമുക്ക് വീടിൻ്റെ മുന്നിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട്. ആ വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇടത്ത് സൈഡിലേക്കാണ് പോകേണ്ടത്. ഇടത്ത് സൈഡിലേക്ക് വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇടത്ത് സൈഡിലേക്ക് പോവാം. ഇടത് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ വല സൈഡിലായിട്ടാണ് കാണുന്നത് MR ടെക്സ്റ്റൈൽസ് ആണ്. പണ്ട് ചെറിയൊരു കടയായിരുന്നു, ഇപ്പോൾ വലിയ കടയായി. അതിനപ്പുറത്തായിട്ടാണ് കാണുന്ന ഗീതം ഓഡിറ്റോറിയത്തേക്ക് പോകുന്ന വഴി. കുറച്ച് മുന്നോട്ട് പോയി ഞാൻ നീല കളറായിട്ട് കാണുന്നത് നമ്മുടെ SBI ബാങ്കാണ്. ഇടത് സൈഡിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. എല്ലാവർക്കും അറിയുന്നതാണ്, അടൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. പഴയത്, പുതിയത് വേറെ പണിഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ വണ്ടികൾ കയറുന്നില്ല. യമുനായ, പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ വളമേ തിരിഞ്ഞ് പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, 1 വേ പോയിൻ്റൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഹോളി ക്രോസ് ജംഗ്ഷൻ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പണ്ട് മദാമാശുപത്രി എന്നാണ് ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മദാമാശുപത്രി എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. മദാമാശുപത്രി. ഇത് കരുവാറ്റപ്പള്ളി. പണ്ട് പണ്ട് ഏകദേശം നല്ല വലിയൊരു പള്ളിയായിരുന്നു. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകുമ്പോൾ, നേരെ പോയി കഴിഞ്ഞാൽ കായംകുളം പോവാം, പന്തളം, കോട്ടയം ആ റൂട്ട്, ചെങ്ങന്നൂർ ആ റൂട്ട്. നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുന്നത്. ഇത് ബൈപ്പാസാണ്, അടൂരെ ബൈപ്പാസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വല സൈഡിൽ അവിടെ പ്രിസൈസ് എന്ന് പറഞ്ഞൊരു കണ്ണാശുപത്രി ഉണ്ട്. ഞാൻ വൈഫിനെ ഒന്ന് കാണിക്കാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ വെളിയിൽ വണ്ടികളൊന്നുമില്ല, കാറുകളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ബാക്കിൽ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഒരുമാതിരി നല്ലവണ്ണം ആളുണ്ട് അവിടെ. ഞങ്ങളത് പോയിട്ട് ഒരുമാതിരി നല്ല ട്രീറ്റ്മെൻ്റ് ആയിട്ട് തോന്നി. അന്ന് മൊബൈലിൽ നോക്കുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരുന്നു എന്നൊരു പ്രോബ്ലം ആയിരുന്നു വൈഫിനെ. അപ്പോൾ അവിടെ കൊണ്ട് കാണിക്കാൻ വന്നു. അവിടെ കാണിച്ചപ്പോൾ ബാക്കിൽ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ആ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കാണിക്കാം. അതുകൊണ്ട് ഈ ഫ്രണ്ടിൽ വലുതായിട്ട് വണ്ടിയൊന്നും കാണാത്ത അവിടെ നല്ല ഒരു സിസ്റ്റമായിട്ടുണ്ട്. നല്ല ഒരു AC ഒക്കെ കൊണ്ട് നല്ല ഒരു ഇതാണ്. നമുക്ക് മുന്നോട്ട് ഈ ബൈപ്പാസ് വന്നതോടുകൂടി ബൈപ്പാസിൻ്റെ 2 സൈഡിലും ഒത്തിരി ഹോട്ടലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ അതിൻ്റെ കാണുന്നതാണ് ഈ തബ എന്ന് പറഞ്ഞ കുഴിമന്തിക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. അതിനപ്പുറത്ത് ഒരു ബ്യൂട്ടി ക്ലിനിക്കൊക്കെ വന്നിട്ടുണ്ട്. ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉള്ള കട. ബ്യൂട്ടി നമ്മുടെ അരിമ്പാറ എടുക്കുക, അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇത് നമുക്ക് ആ SS ഹുണ്ടായിയുടെ അടുത്താണ് പോകേണ്ടത്. നമ്മുടെ കീ ശരിയാക്കുന്നത് അതിനടുത്താണ് SS ഹുണ്ടായിയുടെ ഷോറൂം. ഇവിടെ ആ വലത്തെ സൈഡിലായിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോ എന്ന് അറിയത്തില്ല. നമുക്ക് ലെഫ്റ്റിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോയി നോക്കാം. SS ഹുണ്ടായി അതിൻ്റെ ഒരു ഷോറൂമുണ്ട് അവിടെ. SS ഹുണ്ടായിയുടെ ആ ഷോറൂമിനോട് ചേർന്ന ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൽ തന്നെയാണ് ഈ കീ ശരിയാക്കുന്ന ആ ഷോപ്പുകളെന്നാണ് പറയുന്നത്. ആ വലത്തെ സൈഡിലാണ് SS ഹുണ്ടായി. ഈ ഇടത്തെ സൈഡിലോട്ടൊരു വഴി കാണുന്നുണ്ട്. ആ വഴിയെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള വിശാൽ അവിടെയൊക്കെ ചെന്ന് ചേരും. നേരെ അങ്ങ് പോയാൽ മതി. വിശാലിൽ ഒക്കെ ചെന്ന് ചേരും. ഒരു വേവ് ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തായിട്ട് ചെന്ന് ചേർന്ന് എന്തായാലും ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി നോക്കാം. ഈ ബൈപ്പാസ് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ബൈപ്പാസിൽ വളരെ കൂടുതൽ ആളുകളായിരിക്കും. കാരണം എല്ലാ ആഹാരം കഴിക്കാൻ വരുന്നവരും അങ്ങനെയുള്ളവരെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ കടയിലാണ് നമ്മൾ ബാറ്ററിയും പിന്നെ അവിടെ കാറിൻ്റെ AC. കാറിൻ്റെ ACയുടെ പണിയുണ്ടോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാറിൻ്റെ ACയുടെ പണിയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. വളരെ മാന്യമായിട്ടുള്ള ഒരാളാണ് അവിടെ ഇരുന്നത്. വളരെ മാന്യമായിട്ട് പുള്ളി സംസാരിക്കുകയും. ഇതാണ് ആ കട. ഇരിക്കുന്ന ആളാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉടമസ്ഥനാണെന്നാണ് വിചാരിച്ചാണ് സംസാരിച്ചത്. ഉടമസ്ഥനാണ്.
അപ്പോൾ നേരെ അത് നമുക്ക് കാണാൻ എന്തോ അൽത്തമാർ എന്ന് പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയ്ക്ക് നേരെ എതിർവശമാണ് ഇതുള്ളത്. നമ്മുടെ ബൈപ്പാസിൽ ഒരു ജിമ്മൊക്കെ ഉണ്ട് അതിനപ്പുറത്തായിട്ട്. അവിടെ പോയി എല്ലാം പറഞ്ഞു. പുള്ളി ഫോൺ വിളിച്ച് എന്തൊക്കെയോ എറണാകുളത്തൊക്കെ ചോദിച്ചു. എന്നിട്ട് എൻ്റെ ഫോൺ നമ്പരെല്ലാം മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം എന്നെ വിളിച്ച് പറയാൻ വാട്സപ്പ് ഇടാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് വന്നു. എത്ര രൂപയാവുമെന്ന് പുള്ളി പറഞ്ഞില്ല. ഫോണിലൂടെ വിളിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. ആ ഫോണിലൂടെ വിളിച്ച് പറയട്ടെ, നമുക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 കരിക്കിൻ്റെ ആവശ്യമുണ്ട്. ഒരു കരിക്ക് വൈഫിനെ കുടിക്കാൻ വേണമെന്ന് പറഞ്ഞ്, പിന്നെ 2 കരിക്ക് വീട്ടിൽ നാളെ എന്തോ ഉണ്ടാക്കാൻ, കരിക്കും വെള്ളവും കരിക്കിൻ്റെ മറ്റേ അതിനകത്തുള്ള സാധനങ്ങളുമൊക്കെ ഉപയോഗിച്ച് എന്താ പറയുന്നത്, ആ തേങ്ങയുടെ അത് ഉപയോഗിച്ച് എന്തോ ഇതുണ്ടാക്കാൻ വേണ്ടിയാണ്. കരിക്ക് വേണമെന്ന് പറഞ്ഞ് പോകുന്നു. ഇവിടെ ഇങ്ങനെ നോക്കി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു എന്താ പറയുന്നത്, ഷാലേം എന്ന് പറഞ്ഞ ഒരു എന്താ പറയുന്നത് ടയറൊക്കെ ശരിയാക്കുന്ന വലിയൊരു ഇതാണ്. അത് കഴിയുമ്പോൾ മുന്നോട്ട് വരുമ്പോൾ ഒരു വെജിറ്റബിൾ കടയുണ്ട്, പിന്നെ ഫ്രോസൺ ബോട്ടിൽ എന്ന് പറഞ്ഞ കടയുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു വലിയ എന്താ പറയുന്നത് കോണ്ടിനെൻ്റൽ ഫുഡൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. തായ് കോണ്ടിനെൻ്റൽ ഫുഡൊക്കെ കിട്ടുന്ന നല്ല പേരാണ്. പിന്നെ ഇത് എന്താ പറയുന്നത് കുഴിമന്തിക്ക് വേണ്ടി ഫേമസ് ആയിട്ടൊരു കടയാണ്. പേര് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അൽറാസി എന്ന് പറയും. ഇവിടെ ഇങ്ങനെ ഒരു അതങ്ങ് പോയി പോട്ടെ. അവിടെ ഒരു കോക്കനട്ടിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്, ഈ കരിക്ക് വിൽക്കുന്ന ഒരു കട. നോക്കട്ടെ, ഇച്ചിരി മുന്നോട്ട് ആ പോലീസ് വണ്ടിയാണ് പോകുന്നതിൻ്റെ പുറകെ നിൽക്കാം. നമ്മളിനി ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടൊരു വിഷയം ഉണ്ടാകണ്ട. അത് തന്നെയല്ല, നമുക്ക് ഓവർടേക്ക് ചെയ്താൽ ഉടൻ തന്നെ നിർത്തേണ്ടി വരും. അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. എന്തിനാ നമ്മളതിൻ്റെ പുറകിൽ നിന്നിട്ട്. അതുകൊണ്ട് ഈ അടുത്ത സൈഡിൽ അവിടെ എല്ലാം ബിൽഡിങ് പണികളാണ്. ഹോട്ടലുകളൊക്കെ ആയിരിക്കും പണി എന്തു വന്നാൽ ബിൽഡിങ് പണികളൊക്കെ നടക്കുക. ഇവിടെ ഏതാണ്ട് ഒരു എന്താ പറയുക കോക്കനട്ടിൻ്റെ കടയുണ്ട്. നല്ല കട്ടിയുള്ളത് കാണാം, അകത്ത് നല്ല കട്ടിയുള്ളത് കാണാം. അത് പൊട്ടിക്കണ്ട കേട്ടോ, ചെത്തിയാൽ മാത്രം മതി, പൊട്ടിക്കണ്ട. അത് കൊണ്ടുപോകാനാ 2 നല്ല കട്ടിയുള്ളത് വേണം. മതി, കുഴപ്പമില്ല. ഓക്കെ. പ്രിസൈസ്. അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുന്നത് KFC ആണ് ഈ കാണുന്നത്. ഈ KFC എന്ന് പറയുമ്പോൾ ഞാൻ പലയിടത്തും KFC കണ്ടിട്ടുണ്ട്. അടൂരെ KFCക്ക് ഒരു സൗന്ദര്യക്കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. മറ്റു ചില ഇപ്പോൾ കായംകുളത്തും അവിടെ ഹൈവേയിലൊക്കെ വന്നിട്ടുണ്ടാണ്, ചേർത്തലയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നല്ല അടിപൊളിയാണ് കാണാൻ നല്ല സ്റ്റൈലായിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ അടൂരെ അത്ര പോരാ, കാണാനൊരു സൗന്ദര്യക്കുറവുണ്ട്. ആ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും. കിട്ടിയ സ്ഥലത്തല്ലേ അവർക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ എന്നാലും ഇച്ചിരി സ്ഥലം കൂടെ വേണം. ഇത് ആ ഹൈസ്കൂൾ ജംഗ്ഷനിൽ വന്ന് തിരിഞ്ഞു പോവുക. അവിടുന്ന് ആ ബൈപ്പാസ് തന്നെ വലത്തോട്ട് തിരിയായിരുന്നു. പക്ഷേ അത് ഇച്ചിരി പാടായിട്ട് ഇങ്ങനെ ഒരു 500 മീറ്റർ കൂടെ മുന്നോട്ട് വന്ന് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞങ്ങ് പോവാം. ആ ഇടത്ത് കാണുന്ന UIT അവിടെ കോളേജാണത്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പം ഈ കാണുന്ന ഇവിടെയാണ് KSEBയുടെ ഇത് ഹോട്ടലാണ്, വൈറ്റ് പോർട്ടിക്കോ. ഈ കാണുന്ന ഒരു ബിൽഡിങ് പുതിയതായിട്ട് പണിഞ്ഞു വരിക. അത് ഒരു തുണിക്കടയാണെന്നാണ് പറയുന്നത്. ജയ് ഭാരത് എന്ന് പറഞ്ഞൊരു തുണിക്കട തുടങ്ങാൻ വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. ആയിരിക്കും, വലിയൊരു കെട്ടിടമാണ്. ഇത് ബൈപ്പാസിലേക്ക് തിരിയുന്ന സ്ഥലമാണ്. വീണ്ടും നമ്മൾ തിരിഞ്ഞിങ്ങനെ വന്നേക്കുക ബൈപ്പാസിലേക്ക് തിരിയുന്ന സ്ഥലത്തേക്ക്. ഇതിന് നേരെ പോകുമ്പോൾ വീണ്ടും ഹോളി ക്രോസ് വരും. വീണ്ടും നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ആ 1 വേ കയറുകയാണ്. ഇതിപ്പം നമ്മൾ 1 വേ മേളിലോട്ട് കയറുകയാണ്. ടൗണിനടുത്തെത്തി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റവന്യൂ ടവർ. ഒരു 8 നില കെട്ടിടമാണ്. ഇതിലാണ് അടൂരെ എല്ലാവിധ എന്താ പറയുന്നത് ഗവൺമെൻറ് പിന്നെ ഓഫീസുകളെല്ലാം അതിനുണ്ട്. ഇതിന് പുറകിൽ പോലീസ് സ്റ്റേഷനുണ്ട്. ഇത് കഴിയുമ്പോൾ ഇടത് സൈഡിൽ കോടതിയുണ്ട്.
വണ്ടി ഒരു വലിയ ബിൽഡിങ്ങാണ്. ഇത് കഴിയുമ്പോൾ അതിൻ്റെ ഇവിടെ ഇടത് ലെഫ്റ്റ് സൈഡിൽ കോടതിയാണ്. കോടതി കഴിഞ്ഞ് കുറച്ച് വരുമ്പോൾ RTO ഓഫീസാണ്, RDO ഓഫീസാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് ലെഫ്റ്റിലേക്ക് ഒന്നും തിരിയണം. നമുക്ക് ഒരു തുണി തേക്കാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മേടിക്കണം. ഈ ലെഫ്റ്റിലേക്ക് തിരിയുന്ന ഈ റോഡിൻ്റെ പേര് എല്ലാ ടൗണിലും ഇങ്ങനെ റോഡിൻ്റെ പേരുണ്ടാവും, MG റോഡ്. പക്ഷേ എറണാകുളത്തൊക്കെ MG റോഡ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നതും വലിയ വലിയ കെട്ടിടങ്ങളുള്ളതും വലിയ വലിയ കടകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് കൂടുതലും ഒരു എന്താ പറയുക റെസിഡൻഷ്യൽ ഏരിയ പോലുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഡോക്ടർമാരൊക്കെ താമസിക്കുന്നുണ്ട്. ജോൺ പീറ്റർ എന്നൊക്കെ പറഞ്ഞ ഒരു ഫേമസ് ഡോക്ടറൊക്കെ അവിടെ താമസിക്കുന്നത്, ആ സൈഡിലാണ് താമസിക്കുന്നത്. ഇത് MG റോഡാണ് ഈ കാണുന്നത്, അടൂര് MG റോഡ്. പിന്നെ കാണുന്ന ഇത് കുറച്ച് ഒരു 600-700 മീറ്റർ വരുമ്പോഴത്തേന് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഞങ്ങൾ ഈ തുണിയൊക്കെ കുറച്ചൊക്കെ തേക്കാൻ വേണ്ടിയൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടാണ് കൊടുക്കുന്നത്, തുണി തേക്കാൻ കൊടുക്കുന്നത്. വലിയ കുഴപ്പമില്ല, റേറ്റൊക്കെ എല്ലായിടത്തും ഉള്ള റേറ്റ് തന്നെ. തുണിയൊക്കെ കിട്ടി. അത് വൈഫ് എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്, കാരണം അത് വൈഫ് എൻ്റെ കൂടെ ഉണ്ട്. കാർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. MG റോഡിലൂടെ തന്നെ തിരിച്ച്. ചെറിയ റോഡാണ്, തിരിക്കാനൊക്കെ സ്വല്പം പാടാണ്. അടുത്തുള്ള ഒരു വീടിൻ്റെ ഗേറ്റിലേക്ക് ബാക്ക് വശം കയറ്റിയാണ് തിരിക്കുന്നത്. നമ്മുടെ ചെറിയ വണ്ടിയാണ്ട് പെട്ടെന്ന് ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് തിരിഞ്ഞിങ്ങ് പോരും, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ തിരിച്ച് വരികയാണ്. പണ്ടൊന്നും ഈ റോഡിൽ അത്ര വലിയ പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഭയങ്കര പാർക്കിങ്ങും ഒക്കെയാണ്. അതിപ്പോൾ നമ്മുടെ റവന്യൂ ടവറിലും എന്താ പറയുന്നത് കാണാമല്ലോ, കണ്ടോ പാർക്കിംഗ് കണ്ടോ. ആ റവന്യൂ ടവറിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ വരുന്ന ആളുകളും, പിന്നെ അവിടെ ഒരു സ്കിന്നിൻ്റെ ജോൺ പീറ്റർ എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ മോളുടെ ഒരു സ്കിന്നിൻ്റെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, നല്ല ഫേമസാണ്, നല്ല ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും. ഈ റോഡിൽ നല്ല പാർക്കിംഗ് ഉണ്ട് ഇപ്പം. ഇതിപ്പോൾ അമൃത സ്കൂളിൻ്റെ ബസ്സാണ് വരുന്നത്. കാരണം ഇന്ന് അമൃത സ്കൂളിൽ നേരത്തെ വിട്ട്, ഒരു 10-11 മണിയായപ്പോൾ വിട്ടു. കാരണം അവിടുത്തെ ഒരു ടീച്ചർ ഒരു അപകടത്തിൽ മരിച്ചുപോയി. അപ്പം അവിടുത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ അവർ അപകടത്തിൽ മരിച്ചപ്പോൾ അതുകൊണ്ട് നേരത്തെ വിട്ടു. ഇത് ഇൻറ്റസെൻറ്റിൻ്റെ അടൂരെ ഷോറൂമാണ്, 2 ഉണ്ട്, അതിലൊന്നാണ്. ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് 800 എടുക്കുന്നത്. 10-20 വർഷമായി എടുത്തിട്ട്. അന്നൊരു ചെറിയ കടയെന്നുള്ള രീതിയിലായിരുന്നു. നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ഈ ഇട സൈഡിലാണ് ശ്രീമൂലം മാർക്കറ്റ്, ചന്ത. ഈ വലത്ത് സൈഡിൽ ഈ കെട്ടിടം പുതുക്കി ഇപ്പം പുതിയ കടകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചുമന്ന പെയിൻ്റ് അടിച്ച ബിൽഡിംഗ് ആണെന്നില്ലയോ, ഇവിടാണ് അടൂരിലെ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാർ വരുന്നത്. റിലയൻസ് സ്മാർട്ട് ബസാർ വരുന്നുണ്ട്. വലിയൊരു കെട്ടിടമാണ്. അത് 2 നിലയുള്ളെങ്കിലും വലിയ വിസ്താരമേറിയ ഒരു കെട്ടിടമാണ്. അതിന് നേരെ എതിർവശമായിട്ട് ആണ് നമ്മുടെ ഏകദേശം എൻ്റെ വീട് വരുന്നത്. വീട്ടിലേക്ക് അങ്ങ് കയറിയേക്കാം. അപ്പം വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ തിരിച്ച് ഇന്നത്തെ രാവിലത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. കീ നന്നാക്കാൻ കൊടുക്കാൻ പോയതാണ്. കീ വന്നു കഴിയുമ്പോൾ അത് ഫോൺ ചെയ്ത് വരുത്തണമെന്ന് പറഞ്ഞു. കീ വന്നു കഴിയുമ്പോൾ പുള്ളി എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ.